ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ റമദാൻ മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി റമദാൻ ഡിഷസൊക്കെ ഇടണം, നോമ്പിന് പറ്റിയ സ്നാക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഞാനത് തയ്യാറാക്കി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ലക്നൗവിൻ്റെ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കബാബാണ് ഗലൗട്ടി കബാബ്. ഈ ഗലൗട്ടി കബാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, വായിലിട്ടാൽ നവാബിൻ്റെ കാലത്താണ് ഇതിൻ്റെ ഉത്ഭവം. ആ സമയം അദ്ദേഹം കഴിക്കാൻ നേരത്ത് വായിലിട്ടപ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു കബാബ് എന്നാണ് പറയുന്നത്. അത് ഡീപ് ഫ്രൈ ചെയ്തല്ല എടുക്കുന്നത്, ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. മാത്രമല്ല അതിന് വേണ്ടി എടുക്കുന്ന മട്ടൺ അല്ലെങ്കിൽ ലാമ്പ് നല്ലതായിട്ട് അടിച്ചടിച്ച് നല്ല പേസ്റ്റിയാക്കി എടുക്കും. അത്രയ്ക്ക് ഇപ്പോൾ കാശ്മീരിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ കാണും. ഗുസ്താബ അതിലൊക്കെ ഉരുട്ടിയിടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം അങ്ങനെ പേസ്റ്റിയായിട്ടാണ് അരച്ചെടുക്കുന്നത്. അതുമാതിരി ഇത് അരച്ച് അത്ര അടിച്ചടിച്ച് അതിനെ പദം വരുത്തി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഗലൗട്ടി കബാബ് എന്ന് പറഞ്ഞാൽ ഗലാവട്ടി കബാബ് എന്നും അതിനൊരു പേരുണ്ട്. പച്ചപ്പപ്പായ ചേർത്തുണ്ടാക്കുന്നത്, അത് മസ്റ്റാണ്. പച്ചപ്പപ്പായ അതിൻ്റെ സ്കിന്നോട് കൂടി അരച്ച് ഇതിനകത്ത് ചേർക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് ചേരുന്ന മസാല ഐറ്റംസും കുറച്ച് വ്യത്യസ്തമാണ്. അത് എത്രത്തോളം കിട്ടാൻ പറ്റുമോ നമുക്ക് അതൊക്കെ ചേർക്കണം. പിന്നെ ഒണിയൻ ആണ് ചേർക്കുന്നത്. ഫ്രൈഡ് ഒണിയൻ പേസ്റ്റായിട്ടും ചേർക്കും, വേണമെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് അതിനകത്ത് ചേർത്തിട്ട് അരച്ചാലും മതി. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് ഒണിയൻ. ഇപ്പോൾ ഒരു വലിയ സവാള ഇങ്ങനെ ഖനം കുറച്ച് അരിച്ച് വെച്ചിട്ടുണ്ട്. അത് വലിയ സവാള എന്ന് വെച്ചാൽ വലിയ സവാള ഒരു അളവ് പറഞ്ഞു എന്നുള്ളൂ. എൻ്റെ കയ്യിലിരുന്ന് ചെറിയ സവാളയാണ്. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടര എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് വെച്ചിരിക്കുന്നു. കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്, അതിലൊന്ന് വറുത്ത് കോരാം. അവിടെ തൊട്ട് തുടങ്ങുകയാണ്. ഓക്കെ, നമ്മൾ സാധാരണ ഫ്രൈഡ് ഒണിയൻ ഉണ്ടാക്കില്ലേ ബിരിയാണിക്കെല്ലാം അലങ്കാരം, പിന്നെ ഹൈദരാബാദി ബിരിയാണിയിലൊക്കെ നമ്മൾ വറുത്ത സവാള ചേർക്കുമല്ലോ അതിൻ്റെ മസാലയിൽ, അതുപോലെ ഇത് നമുക്ക് ആദ്യമേ തന്നെ വറുത്ത് മാറ്റാം. ഇതിന് വേറെ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ അതിൻ്റെ മസാല. ഇതിൽ പച്ചപ്പപ്പായ ഞാൻ ആദ്യം കാണിച്ചു തരാം. അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നോടുകൂടി, അതാണ് ഈ പച്ച കളർ വന്നിരിക്കുന്നത്. അതിൻ്റെ തോടും പപ്പായ പച്ചയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ചേർക്കുകയാണെങ്കിൽ നല്ലതായിട്ട് എന്താ പറയുക, ബീഫിൽ മട്ടണിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ചേർത്താൽ അത് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആകും. അതിൻ്റെ ടെക്സ്ചറേ മാറി പെട്ടെന്ന് വെന്ത് കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ടെക്സ്ചർ അങ്ങ് മാറും. ഓക്കെ, അപ്പോൾ അതുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ സാധനങ്ങൾ എടുത്ത് വെച്ച് ഇതുകൊണ്ട് ഒരു മസാല പൊടിച്ച് വയ്ക്കാം. ഗലൗട്ടി കബാബിന് ചേർക്കാനുള്ള ഒരു മസാല പൗഡർ. ഇതിലിപ്പോൾ പല പല കാര്യങ്ങൾ കാണിച്ചു തരാം. സാധാരണ നമ്മൾ മിക്സ് ചെയ്യാത്തൊരു കോമ്പിനേഷനാണ്. പറ്റുന്ന പോലെ കിട്ടുന്നതൊക്കെ ചേർക്കുക. ഇതിനകത്ത് ഇനിയും സാധനങ്ങൾ വരും, പക്ഷെ അതൊന്നും ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇത് രാമച്ചത്തിൻ്റെ നമ്മൾ കൂജയിലിടില്ലേ വെള്ളം തിളപ്പിക്കുന്ന രാമച്ചത്തിൻ്റെ വേര് നോക്കിക്കോളൂ. ദിസ് ഇസ് രാമച്ചം. കുറച്ച് ഒരു ചെറിയൊരു ഇത്ര എടുത്തു വെച്ചു. ഇത് 1 ടീസ്പൂൺ സാജീരകം ബ്ലാക്ക് ക്യുമിനാണ്. ഇത് ജാതിപത്രി ഇത്ര എടുത്തിട്ടുണ്ട് കുറച്ച്. ഇത് ജാതിക്ക ഞാൻ ഒന്ന് പൊട്ടിച്ച് വെച്ചെന്നേ ഉള്ളൂ. ജാതിക്കയുടെ പീസ് ഒരു 1/2 ടീസ്പൂൺ എന്ന് പറയാം. ഓക്കെ, ഇത് 1 ടീസ്പൂൺ എന്ന് പറയാം. ഇത് കുങ്കുമപ്പൂവാണ്, വളരെ പ്രഷ്യസാണ്. ഒരു ഫുൾ നുള്ളെന്ന് പറയാം. ഇതൊരു 6-7 ഏലക്ക, പച്ച ഏലക്ക. ഇതൊരു 6-7 ഗ്രാമ്പു. പിന്നെ ഇത് ബ്ലാക്ക് കാർഡമമാണ്, കറുത്ത ഏലക്ക. ഇത് നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടാനായിട്ട് പല നോർത്ത് ഇന്ത്യൻ കറീസിലും ഉപയോഗിക്കുന്ന കാര്യമാണ്. പിന്നെ ഇത് പട്ട, ഒരു വലിയ കഷ്ണം പട്ട എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കുഞ്ഞു പീസാക്കിയപ്പോൾ ഇങ്ങനെ വന്നു. ഇത് റോസാപ്പൂവിൻ്റെ ഇതളുകളാണ്, റോസ് പെറ്റൽസ് ഉണങ്ങിയത്, ഡ്രൈഡ്. അനാശിപ്പൂ അഥവാ സ്റ്റോൺ ഫ്ലവർ എന്ന് പറയും. ഇത് സാധാരണയായിട്ട് ചെട്ടിനാട് വിഭവങ്ങളിലൊക്കെ, ചെട്ടിനാട് മസാലയിൽ ചേരുന്ന കാര്യമാണ്. ഇതിൽ വേണമെങ്കിൽ ബേ ലീഫും കൂടിയൊക്കെ ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് പൊടിച്ചിട്ട് ഒരു മസാല പൗഡർ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ മസാല പൗഡർ പൊടിച്ചെടുക്കാം. ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഉള്ളിയെ കൂടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ പണി കിട്ടും. കാര്യങ്ങളെല്ലാം കൂടി പൊടിക്കാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിൽ എല്ലാം കൂടി ചേർത്തിട്ട് പൊടിക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം, മുഴുവൻ കുരുമുളക്. ഒരു കഷ്ണം ബേ ലീഫും കൂടി ചേർക്കുന്നു. ഓക്കെ, ഞാൻ ആദ്യം ചേർക്കണ്ട വിചാരിച്ചു, പക്ഷേ പിന്നെ ഇപ്പോൾ തോന്നി ചേർക്കാം. ഉണ്ടെങ്കിൽ ചേർക്കുക. സവാള കളർ മാറി തുടങ്ങി, എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് മസാല പൗഡർ പൊടിക്കാം. ഖനം കുറച്ചരിഞ്ഞതുപോലെ വറുത്തെടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. ഇനി പൊടിച്ചെടുക്കാം മസാല. നല്ല പവർഫുള്ളായിട്ടുള്ള മിക്സി തന്നെ വേണം കേട്ടോ. കാര്യം ഇതിൽ കുറച്ച് കാര്യങ്ങൾ പൊടിഞ്ഞ് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. എന്നാലും നന്നായിട്ട് പൊടിക്കും. എന്താ മണം! ഇതുവരെ നമുക്ക് മണക്കാൻ പറ്റാത്ത അത്രയും മണമുള്ളൊരു മസാലയാണിത്. വാവ്, ടു ഗുഡ്.
ഓൾമോസ്റ്റ് കൊണ്ടുവരാം. മണം. പക്ഷേ അതുകൊണ്ട് ഞാൻ മിക്സി അങ്ങനെ തന്നെ അടച്ചു വയ്ക്കാൻ പോവാണ് ഈ ഒരു ബൗള്. കാര്യം എൻ്റെ മണം വെളിയിലേക്ക് പോകണ്ട. നോക്കിയേ, വാവ്, നൈസ് ഫൈൻ പൗഡർ. 1, 2, 3 ചെറിയ കമ്പേ ഉള്ളൂ, അതൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. എക്സെപ്റ്റ് ഫോർ ദാറ്റ് ഇറ്റ്സ് ഫൈൻലി പൗഡേർഡ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ചു വയ്ക്കാം. ആവശ്യാനുസരണം നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ ഗലോട്ടി കബാബിൻ്റെ മസാല. ഞാൻ ഇറച്ചി എടുത്തിട്ടുണ്ട്, കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുകയായിരുന്നു. കൊത്തിയല്ല വാങ്ങിച്ചത്, കൊത്തി മേടിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് നല്ല ഫാറ്റ് ഉണ്ടാകണം. ഫാറ്റ് പീസസ് കൂടുതലുള്ളതാണ് നല്ലത്. ലെഗിൻ്റെ പീസാണ് നല്ലതായിരിക്കും. ലെഗ് പീസ്, മട്ടൻ്റെ, ആടിൻ്റെ ലെഗ് പീസ്. ഇതിലിപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഫാറ്റും കൂടി ചേർത്ത് വാങ്ങിച്ചു. ഫാറ്റ് ഇത് നോക്കിക്കോളൂ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 25% ഫാറ്റും 75% മീറ്റും ആയിരിക്കും നല്ലത്. എന്തായാലും ഇതിനകത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അടിച്ചടിച്ചടിച്ചടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, നമുക്കത് പറ്റാത്തത് കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ, ഇത് 1/2 കിലോ മട്ടൺ ബോൺലെസ് ആണ്. ഈ 1/2 കിലോയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 350 ഗ്രാം വരെ മീറ്റും അല്ലെങ്കിൽ ഒരു 150ഓളം ഫാറ്റും ആകാം. പോട്ടെ, സാരില്ല. 400 ഗ്രാംസ് ഓഫ് മീറ്റും 100 ഗ്രാംസ് ഓഫ് ഫാറ്റ് ആയാലും കുഴപ്പമില്ല. പകുതിയായിട്ട് 2 പ്രാവശ്യമായിട്ടിട്ട് അരയ്ക്കാം. ഇത് അരഞ്ഞൊരു ബോൾ പോലെ ആയിട്ട് വരികയാണ്. നോക്കി, പേസ്റ്റി ആയിട്ട് വരണം. പേസ്റ്റി ഇതിനകത്തേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ പപ്പായ പേസ്റ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പപ്പായ വിത്ത് സ്കിൻ. അതിലൊരു 1.5 ടേബിൾ സ്പൂൺ ഇതിലിപ്പോൾ ചേർക്കാം. ഫസ്റ്റ് ഹാഫിൽ ഏതാണ്ട് നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടില്ല പണി. ഇനി അടുത്ത സെറ്റും കൂടി ഇതുപോലെ എടുത്തിട്ടത് നോക്കേ. ഇനി ഒന്നുകൂടിയൊക്കെ അരയ്ക്കാം. ആദ്യത്തെ റൗണ്ട് ഇങ്ങനെ വരട്ടെ. ഇനി ബാക്കി വെച്ചിരിക്കുന്ന കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ. ബാക്കിയിരിക്കുന്ന പപ്പായം കൂടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ. പേസ്റ്റി ആയിട്ട് സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാകത്തിന് ആയിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ, സോഫ്റ്റ്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിക്കാം. ഫ്രൈഡ് ഒണിയൻ ആദ്യം ഇടാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ബാക്കി കാര്യങ്ങളും കൂടി ചേർക്കാം. ഒരു മിനിറ്റ്. ഇത് പൊടിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചേർത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഇതിൽ നിന്നും കുറച്ച് മീറ്റ് എടുക്കാം. ഈ ഉള്ളി അരയ്ക്കുന്നതിൻ്റെ കൂടെ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച മസാലയിൽ നിന്നും മസാല പൗഡർ കുറച്ച് ചേർക്കണം. ഒരു 30-35 ഗ്രാമോളം വെണ്ണയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെണ്ണയാണ്. വെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് അരയ്ക്കാം. മീറ്റും കൂടി എക്സ്ട്രാ വീണ്ടും ചേർക്കുന്നു. എന്നിട്ട് വീണ്ടും അരയ്ക്കാൻ പോകണം. എല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. ഇതിൽ നിന്നും കുറച്ച് മാറ്റി. അപ്പോൾ വെണ്ണ കുറച്ച് ബാക്കി ഇതിനകത്തുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന മീറ്റ് ഇതിനകത്തിട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അരയ്ക്കും. ഈ അരയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പ്രാവശ്യം അരച്ചാലും കുഴപ്പമില്ല. അത്രയും സോഫ്റ്റാക്കിയാണ് എടുക്കേണ്ടത്. ഇത് നോക്കിയേ, നല്ല അരഞ്ഞു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. 1.5 ടീസ്പൂണിനകത്ത് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഏകദേശം ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നു. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതായിട്ട് വീണ്ടും അരച്ചെടുക്കാം. അരച്ച് ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യും നമ്മൾ. ഇനി ഇതും കൂടി ഒരു മിക്സിങ് ചെയ്യാം. ഇതിൽ മസാലയുടെയൊക്കെ മണം നോക്കുക നല്ലതായിട്ട്. എന്താ ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടോ? ഫ്ലേവർ അത്യാവശ്യം നല്ല ഫ്ലേവറുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണാണ് പൊടിച്ച മസാല ചേർത്തത്. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഇതിനകത്ത് കടലമാവും വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, ഇതിലിപ്പോൾ ഇത് വറുത്ത കടലമാവാണ്. ഇതിൽ നിന്നും കുറച്ച്, ഒരുപാടൊന്നും വേണ്ട, ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ മാക്സിമം, അത്രേ ആവശ്യമുള്ളൂ. അതുപോലും വേണ്ട ആക്ച്വലി. വെറുതെ വേണമെങ്കിൽ ചേർക്കാം, അത്രേ ഉള്ളൂ.
ഇപ്പോൾ ചേർത്തതേ ഉള്ളൂ. കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് ചേർത്ത് അരയ്ക്കുന്ന സമയത്ത് വീണ്ടും അരയ്ക്കാം. അപ്പോൾ ഇത് എല്ലാ മിക്സിങ്ങും ഒരുപോലെ എല്ലായിടത്തും ആകുന്നതിനാണ് വീണ്ടും 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 അരച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഒരു റൗണ്ടും കൂടി ഞാനൊന്ന് അരച്ചെടുക്കുന്നു. ഇതേ ഹോൾ തിങ് 2 പ്രാവശ്യമായിട്ടിട്ട് അരയ്ക്കാൻ പോകുന്നു. എന്തായാലും അരച്ചരച്ച് ഇതിന് ഈ ഒരു കണ്ടീഷൻ ആക്കുമ്പോഴാണ് നമ്മൾ ഗുസ്താബയിലൊക്കെ ഉള്ള മീറ്റ് ബോൾസൊക്കെ കണ്ടിട്ടില്ലേ, കാശ്മീരി, അതുപോലെ ആയി വരും. നമ്മൾ അവരാണെങ്കിൽ ഹാമർ പോലെ ഒരു കാര്യം വെച്ച് തട്ടിയാണ് ഇങ്ങനെ എടുക്കുന്നത്. നമ്മൾ മിക്സിയിൽ കുറേ പ്രാവശ്യം ഇങ്ങനെ ഇട്ടിട്ട് അരയ്ക്കുമ്പോൾ നല്ല പവർഫുൾ മിക്സി ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതേ ഷേപ്പിൽ തന്നെ കിട്ടും, ഈ ഒരു ടെക്സ്ചറിൽ. കാണുമ്പോൾ തന്നെ അത് സോഫ്റ്റ്. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോവും, അത് തന്നെയാണ്. അപ്പോൾ ഞാനൊരു 3-4 പ്രാവശ്യം അരച്ചിട്ടുണ്ട്. എത്രത്തോളം അരയ്ക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആൻഡ് ബെറ്ററാണ്. അതിൻ്റെ ടെക്സ്ചർ വിൽ ഇംപ്രൂവ്. നല്ല റിച്ചായിട്ടാണ് നവാബ്സൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കെബാബ്. ഇത് ലക്നൗവിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇതിന് സ്പെഷ്യലൈസ് ചെയ്യുന്ന കടകളുണ്ട്. ഗലാട്ടി കബാബ്, അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉള്ള തിരക്ക് കാണണം. ഞാനൊരു പ്രാവശ്യം പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ചതാണ് ലക്നൗവിൽ, നമ്മുടെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മുടെ ഗലാട്ടി കബാബിന് വേണ്ട മിക്സ് റെഡിയാണ്. ഞാൻ ഒന്നുകൂടി കൈയെല്ലാം കഴുകിയിട്ട് വന്നു. ഇനി നമ്മളൊരു ഫൈനൽ തേക്കൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി കുറച്ച്, ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നിറച്ച് ചേർത്തു മസാല പൗഡർ. ഇനി 1 ടീസ്പൂൺ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അത് അരച്ചപ്പോൾ ചേർത്താണ്. അതേ നോക്കിക്കോളൂ. കൈ കൊണ്ട് മിക്സി. ഓക്കെ, ഒരു ഹൽവ സ്റ്റൈൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് അത് വരും. കാരണം ഇങ്ങനെ തേച്ചെടുക്കും. ഒരു കാര്യവും ഒന്നും കൂടരുത്, എല്ലാം കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ആയി കിട്ടണം. അപ്പോൾ കംപ്ലീറ്റ് അതാണ് എല്ലാം കൂടെ ഒന്നിച്ചിട്ടായിരിക്കുന്നത്. ഇപ്പോൾ കടലമാവ് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അത് കാര്യമാക്കണ്ട. അത് 1-2 ടേബിൾ സ്പൂൺ അകത്തേ ഉള്ളൂ. ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പദം വരുന്ന പോലെ ചെയ്യാം. ഇനി ഇതിലൊന്നും വരാനില്ല, അത്രയ്ക്ക് സോഫ്റ്റായി കഴിഞ്ഞ് ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ എറിഞ്ഞിടാൻ പറ്റുന്നൊരു ഭാഗമായി. ഓക്കെ, ഇനി ഇതിലൊരു സ്മോക്കി ഫ്ലേവറും കൂടി കൊടുക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ ചാർക്കോള് കത്തിച്ച് ഒരു ബൗളിൽ വെച്ചിട്ട് കുറച്ച് ഗീയും കൂടി വെച്ച് ഒരു പരിപാടി ചെയ്യാം. ഇപ്പോൾ ഹോളായല്ലോ. ഇതുപോലൊരു കട്ടോരി എടുക്കുന്നു, അത് ഈ മീറ്റിൻ്റെ നടുക്കായിട്ട് വയ്ക്കാം. ആ കുഴി ഉണ്ടാക്കില്ല, അവിടെ വയ്ക്കാം. ഓക്കെ, ഇനി ഒരു ചാർക്കോൾ പീസ് ഇങ്ങനെ അടുപ്പിലേക്ക് വെച്ച് കത്തിക്കുവാണ്. അതൊന്ന് കത്തിപ്പിടിക്കട്ടെ. നമ്മുടെ ചാർക്കോൾ കറക്റ്റായിട്ട് കനലായി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഈ ബൗളിലേക്ക് മാറ്റാം. 2 ഗ്രാമ്പൂ പീസിട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുക, 1 ടീസ്പൂൺ നെയ്യ്. അപ്പോൾ ഇങ്ങനെ പുക വരും, നല്ലോണം പുക വരും. പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കുക. ഓക്കെ, അടയ്ക്കാനുള്ള സമയം കൊണ്ട് പുകയല്ല എൻ്റെ മൂക്കിലേക്ക് ആദ്യം കയറി. കുഴപ്പമില്ല. ഇപ്പോൾ ഇത് ഫുള്ള് ഇച്ചിരി പൊക്കമുള്ളൊരു അടപ്പ് വെച്ച് അടയ്ക്കുന്നതായിരിക്കും നല്ല. ഇതുപോലെ ഒരു ഡോം ഷേപ്പിൽ. അപ്പോൾ അത്രയും കൂടി അതിൻ്റെ സ്പേസിനകത്ത് ഇങ്ങനെ അത് കംപ്ലീറ്റ് സ്പ്രെഡ് ആവുമല്ലോ, ആ ഒരു സ്മോക്ഡ് ഫ്ലേവർ. ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നല്ലതായിട്ട് ആ സ്മോക്കി ഫ്ലേവർ ആ കെബാബ് മിക്സിൽ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ഒന്ന് കെബാബായിട്ട് ഷേപ്പ് ചെയ്ത് കട്ട്ലൈറ്റ് മാതിരിയുള്ള ഷേപ്പിലാക്കിയിട്ട് ഒരു ഗ്രിഡിൽ പാൻ, ഇതുപോലത്തെ ഒരു തവയിൽ നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ. അപ്പോൾ ഇത് ഗ്രിഡിൽ പാനിലിങ്ങനെ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ഇട്ടിട്ട് ഗ്രിൽ ചെയ്തെടുക്കുന്ന പോലെ എടുക്കാം. ഒരു 15 മിനിറ്റ്സ് ആയി. അപ്പോൾ പുകയെല്ലാം ഒന്ന് അടങ്ങി. ഇതേ തുറക്കാൻ പോണു. മാറ്റിക്കോട്ടെ. യെസ്, ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആ സ്മോക്ഡ് ഫ്ലേവറും കൂടി ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞു. ഇവിടെയൊക്കെ ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നിടത്ത് ഇങ്ങനെ ഹൽവ മാതിരി വരും, കണ്ടോ? ഒന്ന് കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിൽ പേസ്റ്റി ആയെങ്കിലും നല്ലൊരു ടെക്സ്ചറിൽ ആയിക്കഴിഞ്ഞു. ഇനി ഇത് ഷേപ്പ് ചെയ്ത് തുടങ്ങാം.
ഇതുപോലൊരു ഗ്രിഡിൽ പാൻ അല്ലെങ്കിൽ ഒരു ഫ്രൈയിങ് പാൻ എന്തെങ്കിലും അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്കാണ് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട്, ഷേപ്പ് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഷേപ്പൊന്നും വേണ്ട, റൗണ്ട് ഷേപ്പാണല്ലോ. പാത്രം ഇങ്ങനെ ചെറുതായി ചൂടായി തുടങ്ങി. നെയ്യ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം. എളുപ്പം നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. പ്യുവർ ഗീ. സൈഡാകുമ്പോൾ തിരിച്ചിടാം. പെട്ടെന്ന് തന്നെ ആകും. തീ അല്പം കുറയ്ക്കണം. സോഫ്റ്റ് ഉണ്ടല്ലേ, തൊടുമ്പോൾ തന്നെ അറിയാം. ഇറ്റ്സ് സോ സോഫ്റ്റ്. റെഡിയായി കഴിഞ്ഞു. മാറ്റാം, പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിങ്ങനെ ഗ്രിഡിൽ അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ചെയ്തുകൊണ്ട് ഇരുന്നാൽ മതി. ഒരു സൈഡിൽ ഇങ്ങനെ ഇളക്കിയാൽ അപ്പോൾ ഒരു സോഫ്റ്റിൻ്റെ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. നമ്മൾ ഈ പപ്പായ പേസ്റ്റൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ടും പിന്നെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ അരച്ചൊക്കെയല്ലേ ചെയ്തിരിക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും. മറ്റും ഇത് റോട്ടി, പിന്നെന്താ റുമാലി, ഇങ്ങനത്തെ കാര്യത്തിൽ കൂടെ സലാഡും ഉള്ളി ഇതെല്ലാം വെച്ചിട്ട് അതിൻ്റെ ഒരു ഡിപ്പൊക്കെ ആയിട്ട് സെർവ് ചെയ്ത് എന്ത് ടേസ്റ്റായിട്ട് അറിയാം കഴിക്കുന്നത്. ഞാനിത് അവിടെ കഴിച്ചിട്ട് ഒറിജിനൽസാണ്. അപ്പോൾ നമുക്ക് വീട്ടിലിങ്ങനെ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. കുറച്ചൊക്കെ അവരുടെ ആ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഗലാത്തി കബാബ്. ഇതിൽ കേവറ എസൻസും കൂടി ചേർക്കാറുണ്ട് ചിലപ്പോൾ. കേവറ എസൻസ് അത് ഇതിൻ്റെ ആ റെസിപ്പിയുടെ പാർട്ടാണ്. പക്ഷെ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. എൻ്റെ കയ്യിൽ കേവറ എസൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് മാത്രം വേണ്ട വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചേർത്തോളൂ കേട്ടോ. 15 കബാബ്സ് കിട്ടി 1/2 kg മട്ടണിൽ നിന്നും. യെസ്, നൈസ്. നല്ല പ്യുവർ മട്ടണാണ്. അത് അത്രയും കഴിച്ചാൽ അത്രയും ഗുണമാണ്. ഓക്കെ, വേറെ ഉരുളക്കിഴങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പ്യുവർ മട്ടൺ അങ്ങനെ നെയ്യിൽ പൊരിച്ചെടുത്ത് ഗലാത്തി കബാബ്. പിന്നെ ഇതിനകത്ത് വെണ്ണയും മട്ടൻ്റെ ഫാറ്റും എല്ലാം കൂടി നല്ല റിച്ചാണ് ഓൾറെഡി. ഇതിൻ്റെ ഒരു മസാല പൗഡറൊക്കെ ചേർക്കുന്നത് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം. 1 മുതൽ 2 ടീസ്പൂണിനകത്ത് ചേർക്കാം നോക്കിയിട്ട്. ആദ്യം 1 ടീസ്പൂൺ ഇട്ടിട്ട് അരയ്ക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്താൽ മതി. ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ ഫ്ലേവർ അങ്ങനെ ഒരുപാട് നിൽക്കണം എന്നില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇതെല്ലാം സ്മോക്ഡ് ഫ്ലേവറൊക്കെ കൊണ്ടുവരാൻ നോക്കണം. അതെല്ലാം മസ്റ്റാണ്. പപ്പായ പേസ്റ്റ് ചേർക്കാതിരിക്കരുത്, അത് നിർബന്ധമാണ്. വിത്ത് സ്കിൻ. ലക്നൗ ബസാറിലൊക്കെ പോകുമ്പോൾ വലിയ തവയൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിലിങ്ങനെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു സൈഡിലേക്ക് നീക്കി വയ്ക്കും. വീണ്ടും ആ നെയ്യിലേക്ക് പുതിയ പീസസ് ഇട്ട് കൊടുക്കുന്നു. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കാണുന്നത് തന്നെ എന്ത് രസം അറിയാം. കഴിയും. ഞാൻ നെയ്യ് എക്സ്ട്രാ ഒഴിച്ചിട്ടില്ല. ആ നെയ്യിൽ തന്നെയാണ് ഇത്രയും ചെയ്തത്. ഇപ്പോൾ നോക്കിയേ, ഒരു ശകലം വേണമെങ്കിൽ ഒരല്പം ഇത്രയും ഉണ്ട്. ഇനി വേണമെങ്കിൽ ഇത്രയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ദാറ്റ്സ് ഓൾ. സോ ദ ലാസ്റ്റ് ലോട്ട് ഈസ് ഓൾസോ റെഡി. നോക്കിക്കോളൂ. പുറമേ ഒരു ക്രിസ്പി നല്ലൊരു മുരിഞ്ഞ ഒരു ഇതും അകത്തോട്ട് സോഫ്റ്റ്. കുറച്ച് സവാള ഇച്ചിരി ഉപ്പിട്ട് തിരുമിയതാണ്. സവാള ഇങ്ങനെ റിങ്സ് ആയിട്ട് എടുത്താൽ മതി. കുറച്ച് പുതിന,
ഈ ഗിലോട്ടി കബാബിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നവാബ്സിൻ്റെ റോയൽ കിച്ചണിൽ നിന്നാണ്, അതായത് ലക്നൗവിലെ. അപ്പോൾ അന്നത്തെ ആ കാലത്ത് 18th സെഞ്ച്വറിയിലുണ്ടായിരുന്ന നവാബായിരുന്നു നവാബ് അസഫുദ്ദൗള എന്ന് പറയുന്ന നവാബായിരുന്നു. ആ 18th സെഞ്ച്വറിയിലുണ്ടായിരുന്ന ആ പീരീഡിലുണ്ടായിരുന്ന നവാബ്. അദ്ദേഹത്തിന് ഓൾഡ് ഏജ് കൊണ്ട് അദ്ദേഹത്തിന് പല്ലൊക്കെ പോയിട്ട് പല്ല് കൊണ്ട് കടിച്ച് തിന്നാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല, ഹാർഡായിട്ടുള്ള. പക്ഷേ അദ്ദേഹത്തിന് കബാബ് ഭയങ്കര ഇഷ്ടമാണ്. ആ സ്നേഹം, കബാബിനോടുള്ള ഇഷ്ടം കുറയ്ക്കാനും പറ്റുന്നില്ല. അപ്പോൾ ആ റോയൽ കിച്ചണിലെ ഷെഫ് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ രീതിക്കനുസരിച്ചിട്ട് വായിലിട്ടാൽ ചവയ്ക്കേണ്ട ആവശ്യമില്ല, അലിഞ്ഞു പോകുന്ന രീതിയിൽ വായിലിട്ടാൽ അങ്ങ് മെൽറ്റിങ് ഇൻ ദ മൗത്ത് എന്ന് പറയുന്ന പോലത്തെ കബാബ് ഡിസൈൻ ചെയ്തു. അങ്ങനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ ഗിലോട്ടി കബാബ്. പിന്നെ ഇതിൻ്റെ മറ്റു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഈ പപ്പായ വിത്ത് സ്കിന്ന് അരച്ച് ചേർക്കുന്നുണ്ട്, റോ പപ്പായ. ഇത് ടെൻഡറൈസറാണ് പപ്പായ എന്ന് പറയുമ്പോൾ. അത് മീറ്റ് ടെൻഡറാക്കും. അപ്പോൾ അതിൻ്റെ പ്രോട്ടീനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്, ഈ മീറ്റിനകത്തുള്ള പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിനെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കും. അതുകൊണ്ടാണ് ആ ഒരു ടെക്സ്ചർ വരുന്നത്. ഇങ്ങനെ അത്രയും അടിച്ചടിച്ച് അതല്ലെങ്കിൽ അത്രയ്ക്ക് അരച്ചെടുത്തിട്ട് അങ്ങോട്ട് സോഫ്റ്റ് ആക്കിയിട്ട് ആ ടെൻഡറൈസർ റോ പപ്പായം കൂടി ചേർക്കുന്നത് കൊണ്ട് അത് ഭയങ്കരമായിട്ട് അതിൻ്റെ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ആ ഒരു ടെക്സ്ചറിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പുറമേ ആ ക്രിസ്പി പോലെ ഇങ്ങനെ ഒരു ഭംഗിയുള്ളൊരു ഇതും കിട്ടുകയും ചെയ്യും. ഉള്ളിലേക്ക് സോഫ്റ്റ് ചൂയേ ആയിരിക്കില്ല. ചൂയി മീൻസ് നമ്മൾ ചവയ്ക്കേണ്ട ആവശ്യം, ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വായിലിടുമ്പോൾ ഇങ്ങനെ എന്താ പറയേണ്ടത്, അല്ല കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗലൗട്ടി എന്ന് പറയുന്നത് GALOUTI, ദാറ്റ് ഈസ് ഗലൗട്ടി. ആ വേർഡ് ഗലാവറ്റ് എന്നുള്ള വേർഡിൽ നിന്നാണ് വരുന്നത്. GALAWAT, ഗലാവട്ട് എന്നുള്ള വേർഡിൽ നിന്നാണ് ഗലൗട്ടി വരുന്നത്. ഗലാവറ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്നെസ്, അത്രയും സോഫ്റ്റ്. അപ്പോൾ ആ ടെക്സ്ചർ, ആ കബാബിൻ്റെ ടെക്സ്ചറാണത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വളരെ യുണീക്കാണ് ഈ ഒരു ഗിലോട്ടി കബാബ്. യുണീക്ക് എന്ന് പറയുമ്പോൾ ബിക്കോസ് ഓഫ് ഇറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി സോഫ്റ്റ്നെസ് ആൻഡ് റിച്ച് ഫ്ലേവർ. ആ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് ഫ്ലേവറാണ്. അപ്പോൾ ക്രിസ്പായിട്ടുള്ളൊരു എക്സ്റ്റീരിയറാണ്, അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഡറും ആയിരിക്കും. ഉള്ളിൽ ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്, ഡീപ് ഫ്രൈ അല്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പ്രത്യേകതയാണ്. പിന്നെ ഇത് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ ബെസ്റ്റ് ഗിലോട്ടി കബാബ് ലക്നൗവിൽ കിട്ടുന്ന 2-3 സ്ഥലങ്ങളുണ്ട്. തുണ്ടി കബാബി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അമീനാബാദ്. പിന്നെ അതുപോലെ ദസ്തർ ഖവാൻ എന്ന് പറഞ്ഞിട്ട് ഹസറത്ത് ജംഗിൻ്റെ അവിടെ ഒരു ഷോപ്പുണ്ട്. അവിടെയൊക്കെയാണ് ഒത്തൻറ്റിക് ഇത് കിട്ടുന്നത്. ഓക്കെ, ഗിലോട്ടി കബാബ് എവിടെ പോയാലും കിട്ടുമെങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഗിലോട്ടി കബാബ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡിഷ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു മാസ്റ്റർ പീസാണ്. അതൊരു ഹെറിറ്റേജിൻ്റെ ഭാഗമാണ്, ഒരു റിച്ച് ഒരു കുലിനറി ആ ഒരു ഭാഗമാണ്. അതായത് ലക്നൗവിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വെറും ഒരു കബാബായിട്ട് കാണണ്ട ഇതിനെ. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ നോക്കിക്കോളൂ. അതിൻ്റെ സോഫ്റ്റ്നെസ്, ഇൻസൈഡ് സോഫ്റ്റ്നെസ് കണ്ടോ, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ് ടെക്സ്ചറാണ്. ഉള്ളിയും പിന്നെന്താ വേണമെങ്കിൽ അല്പം നാരങ്ങ നീരും അതൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ടൊക്കെ കഴിക്കാൻ വേണമെങ്കിൽ അങ്ങനെ. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത് കൊണ്ട് അത്രയും സോഫ്റ്റാണ്. ഒരു യുണീക്ക് ഫ്ലേവറാണ്, യുണീക്ക്. നമ്മളാരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ഫ്ലേവറായിരിക്കും. ഞാൻ അതിൻ്റെ ഒറിജിനൽ വേർഷൻ കഴിച്ചിട്ടുള്ള ആളാണ്, എനിക്കറിയാം. ഇറ്റ്സ് ഓൾമോസ്റ്റ് അവിടെ ഒരു 100% എത്തിയില്ലെങ്കിൽ പോലും 90%ഓളം ഓൾമോസ്റ്റ് സെയിമാണ്. അവരിവിടെ കുറേ മസാലാസ് ഇതിൽ ചേർക്കും. ഏതാണ്ട് ഒരു 150ഓളം സ്പൈസസ് മിക്സ് ചെയ്തിട്ടും ചെയ്യുമെന്നാണ് പറയുന്നത്. പല 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 കാര്യങ്ങൾ ഇതിനകത്തേക്ക് വരും. ഇത് നല്ല യുണീക്കായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ രാമച്ചം വരെ ചേർത്തിട്ടുണ്ട്. റുമാലി റോട്ടി ഇതൊക്കെ വെച്ചിട്ട് ഡിപ്പും ഇതുപോലെ ഒരു സാലഡ്സും നാരങ്ങയും ലീവ്സും ഒക്കെ വെച്ചിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു ഡെലിക്കസിയാണ്. അതൊരു ലക്നൗവിൻ്റെ ഒരു ട്രഡീഷൻ്റെ ഭാഗമാണ്. ലക്നൗവിൽ പോയാൽ മസ്റ്റായിട്ട് ടേസ്റ്റ് ചെയ്യണം. അത്രയ്ക്ക് ഫേമസ് ആണ് കേട്ടോ ഗിലോട്ടി കബാബ്. ഈ മട്ടൺ വേകുമോ വേകില്ല അങ്ങനെയുള്ള ഒരു സംശയവും വേണ്ട. ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ട് തന്നെയാണ് സോഫ്റ്റ് ആയിരിക്കുന്നത്. കാരണം ഈ പപ്പായ ഒരു ടെൻഡറൈസറാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സോഫ്റ്റ് ആൻഡ് ഇതാക്കും. അപ്പോൾ എന്തായാലും നോമ്പ് കാലമാണ്, നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് മണിക്കൂറുകളോളം ഇരുന്നിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു നോമ്പ്, നമ്മുടെ ഫാസ്റ്റിംഗ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ല ഹെൽത്തി ആയിട്ട്, നല്ല ബോഡിക്ക് നല്ല അത്യാവശ്യം വേണ്ട ഫാറ്റും പ്രോട്ടീനും വൈറ്റമിൻ മിനറൽസ് എല്ലാം കിട്ടുന്ന രീതിയിലായിരിക്കണം. പാനീയങ്ങളായിട്ടാണെങ്കിലും സ്നാക്കിൻ്റെ ഭാഗത്താണെങ്കിലും സ്റ്റാർട്ടേഴ്സ് ആണെങ്കിലും മെയിൻ ഫുഡാണെങ്കിലും കുറച്ച് നേരം കഴിക്കുമ്പോൾ കഴിക്കുന്നത് നല്ലതായിരിക്കണം. അപ്പോൾ മട്ടൺ ഒരു നല്ലൊരു ഓപ്ഷനാണ്. നല്ല നമുക്ക് സ്ട്രെങ്ത് തരുന്നതാണ്.
ആരോഗ്യം തരും. ആ മട്ടൺ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നോക്കും, ഒരു മാറ്റം. ഓക്കെ, നിങ്ങൾക്ക് പലതരം കബാബ്സ് ഉണ്ടാക്കാൻ അറിയായിരിക്കും, ഇതും ഉണ്ടാക്കുന്നവരുണ്ടാകാം. എങ്കിലും ഗലാവട്ടി കബാബ് ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്ക് ഇപ്രാവശ്യത്തെ നോമ്പ് കാലത്തിന് തീർച്ചയായിട്ടും നോമ്പ് തുറ സമയത്ത് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.